പച്ചമണ്ണിനോട് ചേർന്ന നമ്മുടെ അഭിനവാർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നാളെ നമ്മളും മണ്ണിനോട് ചേരുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ആഖിബത്ത് നന്നായി മുഅ്മിനായി മുത്തഖിയായി മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഈ ദിവസം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കഴിയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഇന്ന് ബലിപെരുന്നാൾ ദിവസമാണ്. രണ്ട് സന്തോഷങ്ങളിലെ ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും, അതിലെ വളരെ മർമ്മപ്രധാനമായ ഈദുൽ അദ്ഹയുടെ ദിവസത്തിലാണ് നാം ഒക്കെ ഒത്തൊരുമിച്ചിട്ടുള്ളത്. ഒരുപാട് മഹാത്മ്യങ്ങളുണ്ട്. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട അമലുകൾ എന്നത് ഒന്ന്, നമ്മൾ ഇരിക്കുന്ന ഈ ബലിപെരുന്നാൾ ജുമുഅ, ബലിപെരുന്നാൾ നിസ്കാരം. രണ്ടാമത്തെ ഇന്നത്തെ പ്രത്യേകത ഉദ്ഹിയ്യത്ത്. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ അത് പറ്റുമെങ്കിലും ഇന്നതിന്റെ അഫ്ളലിയത്തായ ഒരു ദിവസം. അങ്ങനെ രണ്ട് അമലുകളാണ് ബലിപെരുന്നാളിന് കാണാൻ കഴിയുന്നത്. എന്നാൽ അതെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായ കർമ്മമാണ്. ഉദ്ഹിയ്യത്ത് നേർച്ചയാക്കുമ്പോഴാണ് ഫർദാവുന്നത്. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്ത് കിഫായയാണ്. ഒരാളൊരു കുടുംബത്തിൽ ചെയ്താൽ എല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെടും എന്നത്, ആ സുന്നത്തെടുത്തു എന്നത്. എന്നാൽ ഇതിലേറെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ബലിപെരുന്നാളിന്റെ ജുമുഅക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വളരെ സന്തോഷത്തോടെ പുതുവസ്ത്രം ധരിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒന്നുണ്ട്. ചരിത്രത്തെ പഠിക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ എടുത്താൽ ഈ 2024 ഈ ജൂൺ മാസം ഇന്നത്തെ തീയതി ഈ സമയം വരെ ഒരുപാട് വിജ്ഞാനപടുക്കൾ, പണ്ഡിത കുലപതികൾ, പണ്ഡിത കേസരികൾ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. അവരെല്ലാവരും ഒരേ ഒരു സ്വരത്തിൽ പറഞ്ഞൊരു വാക്കാണ് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. പരിശുദ്ധ റസൂൽ എന്ന് തുടങ്ങിയോ ഖുതുബ, എന്ന് അവസാനിച്ചുവോ ഖുതുബ, ആ ഖുതുബയിലെല്ലാം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കാണ് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. ദൗർഭാഗ്യകരം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാ ഖുതുബയിലും പറഞ്ഞുപോയി വാക്കിനെ പഠിക്കുമ്പോൾ നമ്മൾ എത്രയോ പിറകിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന വിഷയം വലിയൊരു വിഷയമാണ്. ആ വിഷയത്തിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഇബാദത്തുകളെ ഉൾക്കൊള്ളാൻ കഴിയുക. ഞാൻ തുടക്കത്തിൽ പറയുന്നു, ഈ കൂട്ടത്തിൽ, ഈ മഹല്ലിൽ ആരോടും എനിക്ക് വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ല. തിരിച്ചെന്നോടും അങ്ങനെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് എന്റെ വാക്കുകളെ നിങ്ങൾ കൃത്യമായിട്ട് ഹൃദയാന്തരങ്ങളിലേക്ക് എടുക്കണം. എന്നോടുള്ള വെറുപ്പുണ്ടെങ്കിൽ അതെന്റെ വാക്കുകളെ മാനിക്കാതിരിക്കാനുള്ള ഒരു വകുപ്പാക്കി നിങ്ങൾ മാറ്റരുത്. നിങ്ങളിൽ ഒരാൾ ഈ കാണുന്ന പള്ളിയുടെ മുറ്റത്ത് ഒരു തീനാളത്തിൽ നിങ്ങളുടെ വിരൽ അതിയാകപ്പെട്ടാൽ അതെന്റെ മനസ്സിന് വിഷമമാണെന്നത് ഞാൻ സത്യമായിട്ട് മിമ്പറിൽ വെച്ച് പറയുക. അതേ വിഷമം തന്നെയാണ് നരകാനുരാഗത്തിലേക്ക് നിങ്ങളിൽ ഒരാൾ ചെന്നാൽ എന്നതും എന്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന വാക്ക്. തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഈ കൂട്ടത്തിൽ ഒരാൾ തിരുനാളത്തിലേക്ക് കൈവിരൽപ്പെട്ടാൽ മറ്റൊരുത്തൻ എത്രത്തോളം അത് അടക്കാൻ പോയി ശ്രമിക്കുന്നുവോ അതിനോളം ഞാൻ ഗൗരവത്തോടെ നിങ്ങളോട് പറയാം. നിങ്ങളും ഞാനും ചെയ്യുന്ന അമലുകൾ പൊളിഞ്ഞു പോകുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം എന്ന് അല്ലാഹുവിന്റെ റസൂൽ രണ്ട് കാര്യത്തെ കുറിച്ച് സൂക്ഷിക്കാൻ പറഞ്ഞു. ഒന്ന്, പരലോകത്തെ തസാഅലൂന, നിങ്ങൾ പരസ്പരം പറയുന്ന, പരലോകത്തിന് വേണ്ടി നിങ്ങൾ പരലോകത്തിന്റെ കാര്യം പരസ്പരം ചർച്ച ചെയ്യുന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. തസാഅലൂന, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അതിന്റെ തൊട്ടപ്പുറത്തൊരു വാക്കിതാണ് വൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധത്തെ ചേർക്കണം. എവിടം വരെ എത്തി മനുഷ്യ, നമ്മൾ എവിടം വരെ എത്തി? ഏത് ലോകത്തേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്? മക്കളിൽ പ്രതീക്ഷയില്ലാത്ത മാതാപിതാക്കളിൽ പ്രതീക്ഷയില്ലാത്ത മക്കൾ. ഒരു തണലാണവർ, ഒരു സ്വരമാണവർ. മനുഷ്യന്റെ കഷ്ടപ്പാടിന്റെ മുന്നിൽ ഒരു സ്വരമാണ്. എന്റെ ഈ വാക്കുകളെ ഞാൻ മനസ്സിലാക്കുന്നു.
ഇന്ന് ചെയ്യുന്ന ഇബാദത്തിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പരസ്പരം ചേർത്ത് വെച്ചാൽ അതാണ് ഇന്നത്തെ ഇബാദത്തിലെ അഫ്ദലുൽ ഇബാദ, അതാണ് ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ ശത്രുവാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ആദ്യകാലത്ത് പരിശുദ്ധ റസൂലിന്റെ ശത്രുവാണ്. ആ അബൂ സുഫിയാൻ ഹിർക്കൽ ചക്രവർത്തിയുടെ സമീപത്തുകൂടെ നടന്നു പോകുമ്പോഴാണ് ഹിർക്കൽ ചക്രവർത്തി വിളിച്ചുകൊണ്ട് അബൂ സുഫിയാനോട് പറഞ്ഞൊരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, അദ്ദേഹം എന്തൊക്കെയോ നിങ്ങളോട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആശയം എന്താണെന്ന് ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിക്കുമ്പോഴാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുവായി നിൽക്കുന്ന കാലത്ത് ഹിർക്കലിനോട് പറയുന്നു, ഞങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കുടൽമാല അണിഞ്ഞു, ചീഞ്ഞൊളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല അണിഞ്ഞപ്പോഴും കുട്ടികളെ കൊണ്ട് ചപ്പുചവറുകൾ ആ പരിശുദ്ധ റസൂലിന്റെ ശരീരത്തെ വിട്ടുകൊടുത്തപ്പോഴും ആ പരിശുദ്ധ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ പാറക്കല്ലിൽ നിന്ന് കിട്ടുന്ന കരിങ്കൽ കഷ്ണങ്ങൾ എടുത്ത് തായിഫിന്റെ മക്കയുടെ മണലാരണ്യത്തിലുള്ള പിഞ്ചുമക്കളെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് എറിയി മുഹമ്മദിനെ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞത് ബനൂ ഹാഷിം കുടുംബമേ, എന്റെ ഖുറൈശി കുടുംബമേ, കുടുംബ ബന്ധത്തെ മുറിച്ചു കളയരുതെന്ന് പറഞ്ഞ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് ലാ യദ്ഖുൽ ജന്ന ഖാതിർ റഹിം. ഞാൻ ഇതാ വീണ്ടും ആവർത്തിച്ച് പറയാൻ, ഒരാളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല കുടുംബ ബന്ധത്തെ മുറിച്ചു കളഞ്ഞവൻ, കുടുംബ ബന്ധത്തെ മുറിച്ചു കളഞ്ഞവൻ. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എല്ലാ പെരുന്നാളിന്റെ ഈ പ്രഭാത സുന്ദര സുന്ദര ദിനത്തിൽ ഞാൻ എത്രയൊക്കെ നിങ്ങളോട് പറഞ്ഞാലും പിന്നെയും ഞാനും നിങ്ങളും അതിൽ നമ്മൾ വളരെ പിറകോട്ടാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരുതരം ഈഗോ, ഒരുതരം വാശി. ആർക്കാണ് വാശി? പരിശുദ്ധ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും കൂടുതൽ വാശി കാണിക്കേണ്ടത് നമ്മൾ എന്തിന്റെ പേരിലാണ്? നമ്മൾ എന്തിന്റെ പേരിലാണ് പരസ്പരം പോരടിക്കുന്നത്, പരസ്പരം മിണ്ടാതിരിക്കുന്നത്? ഞാൻ ആലോചിച്ചു നോക്ക്. ഈ സുന്ദരത്തിലും പരസ്പരം തെറ്റി നിൽക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരാണ്? വാപ്പയെ പറ്റാത്തവർ, ഉമ്മയെ പറ്റാത്തവർ, മക്കളെ പറ്റാത്തവർ, ജ്യേഷ്ഠാനുജന്മാരെ പരസ്പരം പറ്റാത്തവർ, മിണ്ടിക്കിട്ട് കാലങ്ങൾ കഴിഞ്ഞു ചെറിയ നിസാര വിഷയങ്ങളുടെ പേരിൽ. അങ്ങനെയാണെങ്കിൽ മുഹമ്മദിനിൽ മുസ്തഫയിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ യുദ്ധമുതലൊരു സമയത്ത് ഭാഗം ചെയ്യുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ യുദ്ധസ്വത്ത് നിങ്ങൾ ഭാഗം ചെയ്യുമ്പോ ഇത് നിങ്ങളുടെ ഉപ്പയുടെ മുതലല്ലല്ലോ. പരിശുദ്ധ റസൂലിന് ദേശത്തോട് ചോദിച്ച വാക്കാൻ, ഇത് നിങ്ങളുടെ ഉപ്പയുടെ മുതലല്ല, ഇത് നിങ്ങളുടെ ഉപ്പയുടെ സ്വത്തല്ല, പിന്നെ എന്താണ് എനിക്ക് നിങ്ങൾ അധികം തരാത്തത്, അവകാശപ്പെട്ടത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന്റെയും കിട്ടാനുണ്ട് എന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയോടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് എന്റെ ഉപ്പയുടെ സ്വത്തല്ല എനിക്ക് ഭാഗം ചെയ്യുന്നത്, ഇത് യുദ്ധ സ്വത്താണ്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് തരണമെന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരിച്ചൊരു മറുപടി ഉണ്ട്. ആ മുഹമ്മദുൽ മുസ്തഫാക്കില്ലാത്ത എന്ത് അധികമാണ് നമുക്കുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്ത് അധികാരമാണ്, എന്ത് പണമാണ്, എന്ത് പ്രൗഢിയാണ്, എന്ത് ധനമാണ്, ഏത് ധനാഢ്യനാണ്, ഏത് തറവാടിയാണ്, അങ്ങനെ എന്ത് കുലപതിക്കാണ് നമുക്ക് പറയാനുള്ളത്? പരിശുദ്ധ റസൂൽ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, അതെന്റെ ഉപ്പയുടെ മുതലായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹം നിങ്ങൾ ഉദ്ദേശിച്ചതിനപ്പുറം ഞാൻ തരുമായിരുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂൽ. എന്റെ ഉപ്പയുടെ മുതലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതിനപ്പുറവും ഞാൻ തരുമായിരുന്നത് മുഹമ്മദിന്റെ ഉപ്പയുടെ മുതലല്ല എന്ന് പറഞ്ഞ് നല്ല മറുപടി കാണിച്ചു കൊടുത്ത തന്റെ ഉപ്പയുടെ പേര് വിളിക്കുമ്പോഴേക്ക് ഗർജിക്കലാണ് ഏറ്റവും വലിയ സംഭവം എന്ന് കരുതി നടക്കുന്ന നമ്മൾ മുഹമ്മദുൽ മുസ്തഫാന്റെ പിതാവിന്റെ പേര് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ റസൂൽ പറഞ്ഞ മറുപടി ഇങ്ങനെ. ആലോചിച്ച് നോക്ക്, നമ്മുടെ ജീവിതം എവിടെ എത്തി, നമ്മുടെ കുടുംബം എവിടെയാണ്? നമുക്ക് അനിയനെ പറ്റൂല, ജ്യേഷ്ഠനെ പറ്റൂല, ജ്യേഷ്ഠന്റെ ഭാര്യ വരലോടെ, അനിയന്റെ ഭാര്യ വരലോടെ നമ്മുടെ വീടുകളിൽ വലിയ അപശബ്ദങ്ങൾ വരാൻ തുടങ്ങി, നമ്മുടെ വീടുകളിൽ കോലാഹലങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഉപ്പ പഠിപ്പിച്ചത് മറന്നുപോയൊരു കുടുംബം, വല്യപ്പ കാണിച്ചു തന്നത് പഠിപ്പിച്ചു മറന്നുപോയൊരു കുടുംബം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങളുടെ പേരക്കിടാങ്ങൾ 2 കുട്ടികളാണെങ്കിൽ ഇരിക്കുന്ന ഈ പിഞ്ചു കുട്ടികളെ കാണുമ്പോൾ ഈ ഓർമ്മ വരികയാണ്. ഈ കുട്ടികൾ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഒരുപക്ഷേ നിങ്ങളെ കൈപിടിച്ച് സലാം പറഞ്ഞു വന്നവരാണ്.
നിങ്ങളെ കൈ പിടിച്ച് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഉമ്മയോട് നിങ്ങളുടെ ഭാര്യയോട് സലാം പറഞ്ഞ് ജ്യേഷ്ഠനും അനുജനും ഒരുമിച്ച് പള്ളിയിലേക്ക് തക്ബീർ ധ്വനികൾ കേട്ട് വന്നവരാണെങ്കിൽ ഇതേ ഒരു നടത്തം ഞാനും നിങ്ങളും നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്റെ അനിയന്റെ കൈ പിടിച്ചു കൊണ്ടുവന്ന ജ്യേഷ്ഠൻ എവിടെ പോയി? ആ കൈകളില്ലാത്ത ഒരു കാലത്തേക്ക് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്തിന്റെ പേരിൽ? സ്വത്തിന്റെ പേരിലോ മുതലിന്റെ പേരിലോ എന്താണ് ഇവിടെ ഒരു മനുഷ്യൻ കൊണ്ടുപോകുന്നത്? തന്റെ കാലിൽ ചളി പുരണ്ടാൽ അത് വെച്ച് തന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയാൽ അത് കയറൽ ശരിയല്ലെന്ന് പഠിപ്പിക്കുന്ന ആട്ടിപ്പുറത്താക്കുന്ന മക്കളുടെ ഒരു ലോകത്ത് ജീവിക്കുമ്പോഴാണ് ജഅഫർ ഇബ്നു സാദിഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നതിന്റെ പേരിൽ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, നീ ഇസ്ലാമിലേക്ക് പോവുകയാണെങ്കിൽ, നീ ഇസ്ലാമിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ ഉമ്മ വെള്ളം കുടിക്കൂലട്ടോ. ഈ ഉമ്മ വെള്ളം കുടിക്കൂല, ഈ ഉമ്മ ഭക്ഷണം കഴിക്കൂല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പിതാവ് താൻ വീട്ടിന്റെ പുറത്തു നിന്ന് വയർപ്പോടെ കയറി വന്ന് അടിച്ചുപോരിയ തുടച്ച സ്ഥലത്ത് കുത്തിരുന്നാൽ അത് പിതാവിന്റെ മാതാവിന്റെ പ്രശ്നമായി തോന്നി കുടുംബങ്ങളിൽ വലിയ വലിയ ഭീമത്സകരമായ സംഭവങ്ങൾക്ക് ലോകം നടുങ്ങുമ്പോ അവിടെയാണ് ജഅഫർ ഇബ്നു സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല ഉമ്മ. ഇസ്ലാമിലേക്ക് വരാത്ത ഉമ്മ പറയാൻ, ജഅഫർ, നീ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ, നീ മുഹമ്മദിന്റെ കൂടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ജഅഫറേ, ഈ ഉമ്മ വെള്ളം കുടിക്കൂല, ഈ ഉമ്മ വെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല. എന്തിനെന്നറിയുമോ? ഞാൻ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഞാൻ അങ്ങ് മരിച്ചു പോയാൽ ജഅഫർ ഇബ്നു സാദിഖ് നിന്റെ വിശ്വാസത്തിലുള്ള നിന്നെ കുറിച്ച് പറയും, ഖാതിലും ഉമ്മയെ കൊന്നവരെന്ന് ജഅഫർ ഇബ്നു സാദിഖിന് പേര് ലഭിക്കട്ടെ എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ തീരത്തു നിന്ന് തന്റെ മകൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണമെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഉമ്മ മകന്റെ മുമ്പിൽ നിന്നപ്പോ ജഅഫർ ഇബ്നു സാദിഖ് റളിയല്ലാഹു അൻഹു തന്റെ മുഹമ്മദുൽ മുസ്തഫാന്റെ സമീപത്ത് ചെന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ജഅഫർ വല്ലാത്ത പ്രതിസന്ധിയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജഅഫർ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഞാൻ നിങ്ങളുടെ മതത്തിൽ നിന്ന് പിറകോട്ട് പോകണമെന്ന് എന്റെ 10 മാസം ഗർഭം ചുമന്നമ്മ പറയാൻ. ശരിക്കതൊരു വിഷയമല്ല, എനിക്കതൊരു വിഷയമല്ല. ഞാൻ എന്റെ ഉമ്മയെ മറന്നുകൊണ്ടിതാ റസൂലെ അവരെ ഒഴിവാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ 2 വാക്ക് പറഞ്ഞു. ഉമ്മയെ ഒഴിവാക്കരുത്, ഉമ്മയെ ചേർത്ത് പിടിക്കുക. നിന്റെ പിതാവിനെ ചേർത്ത് പിടിക്ക്, നിന്റെ ഉമ്മയെ ചേർത്ത് പിടിക്ക്. അവർ നിന്റെ എല്ലാമാണ്, അവർ നിന്റെ കുടുംബമാണ്, അവരെ ചേർത്ത് പിടിക്ക്. പക്ഷേ അവർ പറയുന്ന ശിർക്ക് നീ ചെയ്യരുത്. പരിശുദ്ധ റസൂൽ അവർ പറയുന്ന ശിർക്ക് നീ ചെയ്യരുത്. പക്ഷേ ഉമ്മയെ ഒഴിവാക്കരുത്. ഉമ്മ എന്തോ ചെയ്യട്ടെ, ഉമ്മ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ. ഇസ്ലാമിന്റെ തീരത്ത് നിന്ന് കടന്നു വരണമെന്ന് പറയുന്ന ഉമ്മയുടെ വാക്കിനെ പോലും ആ ഇസ്ലാമിൽ തന്നെ നിന്നുകൊണ്ട് ഉമ്മയെ നീ പരിപൂർണമായി സ്വീകരിക്കുക എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മുഹമ്മദിന്റെ മതത്തിന്റെ അനുയായിയായ അറബി പേര് വെച്ച് നടക്കാൻ നാണമില്ലാത്ത മനുഷ്യകുലത്തിലേക്ക് തരം താഴ്ന്നു പോയ ഒരു ജനത, ഒരു സമൂഹം, ഒരു നാട്, ഒരു വീട്, ഒരു കുടുംബമായി, ഒരു വ്യക്തിയായി നമ്മൾ ചുരുങ്ങുകയാണ് ഈ ലോകത്ത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആരോടാണ് പക? ആരോടാണ് പക? ഞാൻ അവരുണ്ടെങ്കിൽ അവിടെ വരില്ല, ഞാൻ അവരുണ്ടെങ്കിൽ അവിടെ വരില്ല, ഇന്ന ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വരില്ലെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ എന്നെ ഞാൻ വരണമെങ്കിൽ അവിടെ ഇന്ന കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് വാശി പിടിക്കുന്നവർ, പകപോക്കലുകൾ, വെറുപ്പുകൾ, വാശികൾ, ഈഗോകൾ, അസൂയകൾ എന്തിന്റെ പേരിലാണ്? മുഹമ്മദുൽ മുസ്തഫാന്റെ വഫാത്തിന്റെ സമയം സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിവസം മുമ്പാണ് സഹാബാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ചൂട് പോണില്ല, എന്റെ ശരീരത്തിൽ വല്ലാത്ത ചൂടുണ്ട് സഹാബ, അതുകൊണ്ട് എന്റെ ചൂടൊന്ന് കളഞ്ഞതാ, ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്, എനിക്ക് മദീനത്തെ പള്ളിയിലേക്ക് ഒന്ന് വരണം, പള്ളിയിൽ വന്ന് എനിക്ക് സഹാബാക്കളോട് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരിശുദ്ധ റസൂലിന്റെ ശരീരത്തേക്ക് 7 തോൽപാത്രം വെള്ളം ഇങ്ങനെ സഹാബാക്കൾ ഒഴിച്ചു കൊടുത്തുന്ന ചൂട് പോവാൻ വേണ്ടിയിട്ട്, ചൂട് പോവാൻ ശരീരത്തിൽ നിന്ന് 7 തോൽപാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും പരിശുദ്ധ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് ചൂട് പോണില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബ, എന്റെ ശരീരത്തിൽ നിന്ന് ചൂട് പോകുന്നില്ല, പക്ഷെ എനിക്ക് പള്ളിയിലേക്ക് പോകണം. പള്ളിയിലേക്ക് പോകാൻ സഹാബാക്കളുടെ 2 തോളിലേക്ക് കൈവച്ചുകൊണ്ട് ഏച്ചുകൊണ്ട് കാല് പോലും ഭൂമിയിൽ തട്ടാതെ പരിശുദ്ധ റസൂൽ നടന്നുപോയി മസ്ജിദുൻ നബവി പള്ളിയിലേക്ക്. ആ പള്ളിയുടെ മിമ്പറിന്റെ 1ാമത്തെ പടിയിൽ പരിശുദ്ധ റസൂൽ ഇതുപോലൊരു വേളയിൽ ഇരുന്നു കൊണ്ട് ലോകത്തന്ന ഹജ്ജത്തുൽ വിദാഇന് കൂടിയ മുഴുവൻ സഹാബാക്കളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ഫഹാദാ ദഹിരി യാ സഹാബ,
എന്ന് പരിശുദ്ധ റസൂൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്റെ തല ശിരസ് ഇങ്ങനെ താത്തി കൊടുത്തിട്ട് എന്റെ പിരടിയിലേക്ക് നോക്ക് സഹാബ ഫഹാദാ ലഹരി, ഇതെന്റെ മുതുകാൻ, എന്റെ മുതുകാൻ. ഇതിൽ ആർക്കെങ്കിലും എന്നോട് ദേഷ്യമുണ്ടോ? ഇതിൽ ആർക്കെങ്കിലും എന്നോട് വെറുപ്പുണ്ടോ? ഇതിൽ ആർക്കെങ്കിലും എന്നോട് വൈരാഗ്യമുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ പേരിൽ, എന്റെ കൈ കൊണ്ട് ഇടപെട്ടതിൽ, എന്റെ മനസ്സ് കൊണ്ട് ഇടപെട്ടതിൽ, ഞാൻ നിങ്ങളുമായി സമ്പത്ത് മുഖേന ഇടപെട്ടതിൽ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങളെക്കാൾ ഒരു ശകലം അധികം അപ്പുറത്തൊരുത്തവന് കൊടുത്തു എന്ന അനീതി പ്രവർത്തിച്ചു എന്ന് മുഹമ്മദിനോട് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഈ മുഹമ്മദിന്റെ ഫഹാദാലഗിരി ഇതാ ഈ മുതുക കാണിച്ചു തരുന്നു. ഈ മുഹമ്മദിന്റെ പുറത്ത് ചവിട്ടണം, ഈ മുഹമ്മദിനെ എറിയണം, ഈ മുഹമ്മദിനെ എന്തുവാണെങ്കിലും ആക്രമിക്കാം. ഈ മുഹമ്മദ് നിന്ന് തരികയാണെന്ന് പറഞ്ഞ് മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് മിമ്പറിന്റെ ആദ്യമടിയിൽ വന്നിരുന്നു മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറയാൻ, എന്തുവാണെങ്കിലും ചെയ്തോ, നാളെ പരലോകത്തേക്ക് വിട്ടുകൊടുക്കരുതെന്ന്. പള്ളിയിലെ മിഹ്റാബിൽ ഒരു സ്ഥാനുണ്ട് എന്നും പള്ളിയിൽ ഒരു മയ്യിത്ത് നിസ്കാരം നടക്കുമെന്നും അതിൽ വെച്ച് പൊരുത്തപ്പെടിക്കാമെന്നും ഒരു ഉദ്ദേശം കൊണ്ട് മക്കളെ, പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സത്യവിശ്വാസികളെ, അത് ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കാം. പള്ളിയിലെ മിഹ്റാബിൽ അവസാനത്തെ പൊരുത്തപ്പെടിക്കലിൽ എന്റെ പിതാവ് മരിച്ചു നടക്കുന്ന മയ്യിത്തും എനിക്ക് പൊരുത്തപ്പെട്ടു തരുമെന്ന ഒരു ധാരണയുടെ വിഷയമാണെങ്കിൽ മാറ്റണം. പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്ന കാലം സ്നേഹിക്കാൻ പഠിക്കണം. ജീവിച്ചിരിക്കുന്ന കാലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, വയോവൃദ്ധരായ മാതാപിതാക്കളെ തന്റെ സമീപത്തിങ്ങനെ നോക്കാൻ അവസരം കിട്ടിയിട്ടും നോക്കാതെ പോയ മക്കളെ കുറിച്ച് പറഞ്ഞു വെച്ചു, എന്തൊരു നഷ്ടപ്പെട്ടവനാണ് അവൻ. അള്ളാഹുവിന്റെ റസൂൽ മറ്റൊരു വാക്ക് പറയാൻ, അപ്പോഴാണ് ഇബ്നു മസ്ഊദ് എണീറ്റ് എന്ന് പറഞ്ഞ് നിർത്തട്ടെ. ഇബ്നു മസ്ഊദ് എണീറ്റ് എന്ന് പറഞ്ഞത് റളിയല്ലാഹു അൻഹു, സഹാബ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവനുണ്ടോ? എണീറ്റ് പോകണം. പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് റസൂൽ, പള്ളിയുടെ മിമ്പറിൽ ഇരിക്കുന്ന റസൂലിന്റെ മുമ്പിൽ നിന്ന് ഇബ്നു മസ്ഊദ് എണീറ്റ് എന്ന് പറയാൻ, ഇവിടെ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എണീറ്റ് പോകണം. ഇവിടെ ആരും ഇരിക്കരുത്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ നമ്മുടെ ഹൃദയത്തിലേക്ക് തട്ടാത്തത്? മിണ്ടാത്ത പിതാവിനോട് മിണ്ടാൻ ഈ ദിവസം നിങ്ങൾ ഉപയോഗിക്കണേ. തെറ്റി നിൽക്കുന്ന ജ്യേഷ്ഠനോട് മിണ്ടാൻ നിങ്ങൾ ഈ ദിവസം അഭിമുഖപ്പെടുത്തണേ. തെറ്റി നിൽക്കുന്ന പെങ്ങളുടെ വീട്ടിലേക്ക് കാട്ടിപ്പുറത്താക്കിയാലും അവിടെ പോയി ഒരു സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചാലിങ്ങനെ ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ അങ്ങനെ തന്നെ ആവണം. ഇന്നത്തെ ദിവസം, നാളെ ഞാനും നിങ്ങളും ഒരു മയ്യത്തായി പോയെങ്കിൽ ബഹ്റൈനിലും കുവൈത്തിലും ഒക്കെ നമ്മൾ കണ്ടവരാണ്. ഒരു തീ സ്പാർക്കാണ് ഒരു മനുഷ്യന്മാരുടെ ജീവിതം നഷ്ടപ്പെടുത്തിയത്. അത്രയേ ഉള്ളൂ. നമ്മൾ അറിയാതെ ബാത്റൂമിന്റെ ഉള്ളിലുള്ള ഒരു സോപ്പിന്റെ മീതെ ചവിട്ടിയാൽ വഴുതി വീണ് തലയിടിച്ച് മരിച്ച് ബുദ്ധിയും നഷ്ടപ്പെട്ട് ജീവനും നഷ്ടപ്പെട്ടു പോകുന്ന നമുക്കെന്ത് അവകാശം? അഹങ്കാരം. അവിടെയാണ് ഇബ്നു മസ്ഊദ് പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചത്, ഇബ്നു മസ്ഊദ് എന്താണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയ, പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ എന്ത് അവകാശമാണ് ഇബ്നു മസ്ഊദേ നിനക്കുള്ളത് എന്ന് ചോദിച്ചപ്പോ സഹാബാക്കളോട് തിരിച്ച റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവനുള്ള പള്ളിയാണെങ്കിലും അത് എത്ര വലിയ പള്ളിയാണെങ്കിലും, അതായത് മസ്ജിദുൻ നബവിയിലെ അവിടെ അല്ലാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങൂലാന്ന് മുഹമ്മദുൽ മുസ്തഫ പള്ളിയിൽ മൂത്രമൊഴിച്ച അറാബിക്ക് പൊരുത്തുകൊട്ട് കൊടുത്ത മുഹമ്മദാണ് പറയുന്നത്. പള്ളിയിൽ മൂത്രമൊഴിച്ച, പള്ളിയിൽ നജസാക്കിയ അറാബിക്ക് വിട്ടുപൊറുക്കണം, പുറത്തു മാപ്പാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് പരിശുദ്ധ റസൂല് പറയാൻ, കുടുംബബന്ധം മുറിച്ചവർ ഈ പള്ളിയിൽ നാട്ടി പുറത്താക്കുന്നത് അതൊരു ഗൗരവമേറിയ വിഷയമാണ്. അതുകൊണ്ട് ആ വിഷയത്തെ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ മാനിച്ചുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകണം. കുറേ പ്രസംഗങ്ങളും സന്ദേശങ്ങളും കേൾക്കുന്നുവെങ്കിലും മനുഷ്യന്റെ മനസ്സിലെന്തോ ഒരു കരയ, പറയുന്നവൻ പറയട്ടെ, അവനത് അവന്റെ ഉത്തരവാദിത്തമാണ്, അവന്റെ ജോലിയാണ്, അവന്റെ പ്രസംഗമാണ്, അവന്റെ ജോലിയാണ്. ഏറ്റവും നല്ലത് ഈ സമയം നല്ലത് കിബിറജിലാണെങ്കിൽ എന്ത് രസം. പക്ഷെ ഇത് ഒരു ജോലിയുണ്ട്. ഇത് നമ്മൾ പരസ്പരം സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു തുറസായ വഴിയാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇതിലൊരാളെങ്കിലും അത് ചെയ്യുമ്പോൾ നമുക്കൊക്കെ വലിയ പ്രതിഫലം. എല്ലാം മറക്ക്, എല്ലാം പൊറുക്ക്, അപ്പോഴാണ് നമ്മൾ മനുഷ്യരാകുക. അതിനപ്പുറം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അള്ളാഹുവേ, ചിലപ്പോൾ തെറ്റുകൾ മുഴുവനും അപ്പുറത്താവാം, പക്ഷേ തെറ്റുകൾ മുഴുവനും അപ്പുറത്താവാം, അല്ലെങ്കിൽ തെറ്റുകൾ മുഴുവനും നമ്മുടെ അടുത്താവാം. ആരുടെ അടുത്ത് തെറ്റാണെങ്കിലും ആദ്യം സലാം പറയുന്നവരും നമ്മൾ മുസാഫാത്തൊക്കെ ചെയ്ത് സലാം പറയുന്നവർ എന്താണ് ഒരു വാക്കുകൂടെ തുറന്ന് പറയാനുള്ള അവസരം ഇതിലൂടെ പൊരുത്തപ്പെട്ട് തരണേന്ന് കൂടെ പറയും, ചേർത്ത് വെക്ക്. അതൊരു ഇമ്പൺ, അതൊരു രസം, അതൊരു സന്തോഷം. അങ്ങനെ പിരിയും. എല്ലാത്ത അമലുകളൊക്കെ വെറുതെ നിങ്ങൾ നിസ്സാരാക്കി എടുക്കരുത്. നിങ്ങളെ കുടുംബങ്ങൾ, ഓരോരുത്തരുടെ കുടുംബങ്ങളിലുമുള്ള
ഒരു പ്രിയപ്പെട്ട സഹോദര സുഹൃത്തായി കണ്ടുകൊണ്ട് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ വസിയത്ത് ചെയ്യാൻ, നമ്മുടെ കുടുംബങ്ങൾ സുഭദ്രമാവട്ടെ, സുഹൃതമാവട്ടെ, സുതാര്യമാവട്ടെ. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കുക. പെരുന്നാൾ നിസ്കാരമാകുമ്പോൾ